ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. പറഞ്ഞ് നമ്മുടെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കുറേ പേരൊക്കെ ബാക്ക് ടു സ്കൂൾ പ്രെപ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലരുടെ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ ബിഗ് സിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് മിനിറ്റ്, നാളെ സ്കൂൾ തുറക്കാണ്, അപ്പോൾ ഇന്ന് നമുക്ക് ലാസ്റ്റ് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. So number 1, make a proper routine. മെയിൻ ആയിട്ട് 3 റുട്ടീൻ: മോർണിംഗ് റുട്ടീൻ, നൈറ്റ് റുട്ടീൻ ആൻഡ് സ്റ്റഡി റുട്ടീൻ. ഈ ഒരു 3 റുട്ടീൻസ് ആണ് നമുക്കൊന്ന് പ്ലാൻ ചെയ്തെടുക്കേണ്ടത്. ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്നുള്ളത് പലർക്കും അറിയായിരിക്കും. ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തു വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റുട്ടീൻ എന്ന് പറയുക. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു റുട്ടീൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ തോന്നിയ സമയത്ത് എഴുന്നേക്കും, തോന്നിയ സമയത്ത് കിടക്കും, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു റുട്ടീൻ കൊണ്ടുപോകുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് റുട്ടീനൊന്നും കറക്റ്റായിട്ട് കിട്ടണം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഒരു പ്രോപ്പറായിട്ട് റുട്ടീൻ ഇതേപോലെ ഒന്ന് എഴുതി വെക്കുക. അതായത് ഇപ്പോൾ മോർണിംഗ് റുട്ടീൻ്റെ കാര്യം പറയാനാണെങ്കിൽ 6 മണിക്ക് എഴുന്നേക്കും, ഒരു 6 to 6:30 വരെ നമുക്കൊന്ന് ഫ്രഷൻ ആവാം, 6:30 to 7 മണി റെഡി ആവാം, 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഡെയിലി എങ്ങനെ പോയാലും കറക്റ്റായിട്ട് അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് യൂഷ്വലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പൊക്കോളും. പിന്നെ നൈറ്റ് റുട്ടീൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഒരു 4 മണിക്ക് എത്തുകയാണെങ്കിൽ 4 to 4:30 ഒന്ന് ഫ്രഷൻ ആവുക, 4:30 to 5:30 ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, 5:30ക്ക് എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്യുക. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം ഇതേപോലെ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് നല്ലപോലെ പാടുപെടുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി ഓരോ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യാന്നുള്ളത്. സ്റ്റഡി റുട്ടീൻ എഴുതുമ്പോൾ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആക്രാന്തമായിരിക്കും. അതും പറഞ്ഞ് ഡെയിലി ഒരു 4-5 മണിക്കൂർ പഠിക്കണം, വീക്കെൻഡിൽ ഒരു 12 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഒന്നും എഴുതി വെക്കരുത്. ഫസ്റ്റ് ഒരുപാട് പഠിത്തം എന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ആ ഒരു മോട്ടിവേഷൻ പോയി നമുക്ക് ഭയങ്കര എന്താ പറയുക മടുപ്പായി പോകും. പകരം സ്റ്റഡീസും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രീ ടൈമും കിട്ടുന്ന പോലെ പ്ലാനിങ് ഒക്കെ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചത് കേട്ടോ. ഇതേപോലെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും ചെയ്യാം. സെക്കൻഡ് 1, മേക്ക് എ ടൈം ടേബിൾ കാർഡ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. വേറൊന്നുമല്ല, ക്രാഫ്റ്റ് പോലത്തെ സംഭവമാണല്ലോ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് ടൈം ടേബിൾ. ഞാനൊക്കെ പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സെപ്പറേറ്റ് ആയിട്ട് ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയറീൻ്റെ ഏറ്റവും ബാക്കിൽ ടൈം ടേബിൾ എഴുതാനായിട്ട് അവർ തന്നെ കോളവും റോയും ഒക്കെ വരച്ചിട്ടൊരു സംഭവം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലാണ് നമ്മൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാറുള്ളത്. പക്ഷേ ഒന്നാമത് എല്ലാവർക്കും അതേപോലെ ഇപ്പോൾ ഡയറി ഒന്നും കിട്ടണമെന്നില്ല. പിന്നെ രണ്ടാമത് ആ ഒരു ടൈമിൽ പോലും ഞാൻ എപ്പോഴും ഒരു പോക്കറ്റ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടൈം ടേബിൾ വീട്ടിലുണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു. എനിക്കെന്തോ എപ്പോഴും ആ ഒരു ഡയറി തുറന്ന് ടൈം ടേബിൾ നോക്കണേക്കാളും ഇഷ്ടം ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം തുറന്ന് നോക്കണതാണ്. അങ്ങനെ ഡയറിയിലോ ബുക്കിലോ ടൈം ടേബിൾ എഴുതി കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിലും വീട്ടിൽ ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ടേബിളിൽ വെക്കുക അല്ലെങ്കിൽ വാളിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് ഒക്കെ നോക്കണമെങ്കിൽ പെട്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ ബുക്ക് എടുത്ത് നോക്കണം നിർബന്ധമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണേലും ചെയ്യാം. നമ്പർ 3, പ്രിപ്പയർ ആൻ എമർജൻസി കിറ്റ്. ഞാൻ നിങ്ങൾക്കൊരു സിനാറിയോ പറയാം. രാവിലെ നമ്മൾ തുള്ളിച്ചാടി സ്കൂളിലൊക്കെ അങ്ങോട്ട് പോകുന്നു. ഒരു ഉച്ച സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഞെട്ടൽ. എന്താ കാര്യം? എമർജൻസി ആയിട്ട് നമുക്കൊരു സാധനം വേണം. എന്തൊക്കെയായിരിക്കും എന്നറിയാം സാധനങ്ങൾ? ബാൻഡേഡ്, സേഫ്റ്റി പിന്ന്, സാനിറ്റൈസർ, അത്യാവശ്യത്തിന് കയ്യിലെടുക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ അങ്ങോട്ട് ഒറ്റ നടത്തണം. എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി സേഫ്റ്റി പിൻ ഉണ്ടോ, ബാൻഡേഡ് ഉണ്ടോ. മെയിനായിട്ട് ഈ തട്ടിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഏര. എടാ ഒരു സേഫ്റ്റി പിൻ താടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ നടക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് ഈ ഒരു എമർജൻസി കിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എമർജൻസി കിറ്റിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബാൻഡേഡ് ഞാൻ വെച്ചിട്ടില്ല, പക്ഷെ അതും കൂടെ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം, എമർജൻസി കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലത്തെ പുതിയ പൗച്ച് വേണമെന്നോ അല്ലെങ്കിൽ ഇതേപോലത്തെ പൗച്ച് വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ പഴയ വല്ല പെന്നോ പെൻസിലിൻ്റെയോ പൗച്ച് യൂസ് ചെയ്യാം. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് കവറില്ലേ, അത് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു പൗച്ച് ഉണ്ടാക്കുക. കുറേ പൗച്ച് ഉണ്ടാക്കാനുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു ചെറിയ സാധനം ചുണ്ടിൽ വായ്പുണ്ണൊക്കെ വരുന്ന ടൈമിൽ തേക്കുന്ന ഓയിൻമെന്റ് ആണ്. നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയാം, അറ്റ്ലീസ്റ്റ് ഒരു 50 രൂപയെങ്കിലും കയ്യിൽ ക്യാഷ് ആയിട്ട് വെക്കാൻ നോക്കുക. ബസ്സിൽ പോണ ആൾക്കാരുടെ ഇടയിലേക്ക് പിന്നെയും പൈസ ഉണ്ടാവും. അല്ലാത്തവരും ഡെഫിനറ്റ്ലി ഒരു 20 രൂപയെങ്കിലും കയ്യിൽ കീപ്പ് ചെയ്യുക. ചില സമയത്ത് സ്കൂളിലൊക്കെ പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ എമർജൻസി കിറ്റ് മറക്കണ്ട.
ഫോർത്ത് പോയിന്റ് ഇസ് പ്രിപ്പയർ ബാഗ് ആൻഡ് പൗച്ച്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലാത്തവർ പഴയ ബാഗ് ആയിരിക്കും യൂസ് ചെയ്യുക. പഴയ ബാഗ് യൂസ് ചെയ്യുന്നവർ ഫസ്റ്റ് തന്നെ തുണി എടുക്കുക, മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കുക. എന്നിട്ട് അപ്പം തന്നെ ആ ബാഗ് അങ്ങോട്ട് തുറന്നു നോക്കുക. കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സോ ബുക്കോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും. കോളേജ് കഴിഞ്ഞിട്ട് 1 വർഷം ആവാറായി. ഇപ്പോഴും ആ ലാസ്റ്റ് ദിവസം ഞാൻ കൊണ്ടുപോയ സെമിനാർ റിപ്പോർട്ട് ഇതുവരെ ഞാൻ പുറത്തു പോലും എടുത്ത് വെച്ചിട്ടില്ല. ഞാനും അജിയും ദിയെ 3 പേരായിരുന്നു പ്രൊജക്ടിന് ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ദാ ഇത്. എന്നിട്ട് കിടക്കണ കോലം കണ്ടില്ലേ? ഇതിനകത്ത് ഈ കാണുന്ന കോഡൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അതെന്താന്ന് അറിയില്ല. അതൊക്കെ ഒരു കാലം. എന്തായാലും ബുക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിശോധിക്കുക. എന്നിട്ട് ഉള്ളിലും തുടയ്ക്കാനായിട്ട് മറക്കണ്ട. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ എടുത്ത് വെക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് ടൈം ടേബിൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു 2 ബുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സാധാരണ കൊണ്ടുപോവുക. എന്തായാലും ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇപ്പം ഞാൻ പഠിക്കുകയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഡെമോ കാണിക്കാനായിട്ട് പോലും എൻ്റെ നല്ലൊരു ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒന്നും കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ അന്വേഷിച്ചിട്ടാണ് ഈ സാധനങ്ങളെങ്കിലും കിട്ടിയത്. പിന്നെ പൗച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് 2 പെന്ന്, 2 പെൻസിൽ. ഇതിപ്പോൾ പെൻസിൽ ഇട്ടാത്തതുകൊണ്ട് കളർ പെൻസിലാണ് എടുത്തത്. പിന്നെ ഒരു സ്കെയില്, പിന്നെ ഒരു ഷാർപ്നർ, പിന്നെ ഒരു ഇറേസർ. ഇത്രയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം, ലൈക്ക് ഹൈലൈറ്റർ, ഗ്ലൂ, സ്റ്റാപ്ലർ, അതുപോലത്തെ സാധനങ്ങളൊക്കെ. എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പെന്നോ പെൻസിലോ ഒക്കെ മറന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് ഒരു പെന്ന് തരുമോ ഒരു പെൻസിൽ തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നടക്കുന്നത് വല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അത് മറക്കാതെ എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ എമർജൻസി കിറ്റും എടുത്ത് വെക്കാനായിട്ട് മറക്കണ്ട. നമ്പർ 5, ക്ലീൻ യുവർ ബെഡ് ആൻഡ് സ്റ്റഡി ഏരിയ. ഇതിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ റൂം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യും. പഠിക്കാനായിട്ടൊക്കെ നമുക്കൊരു ഫീലൊക്കെ തോന്നും. അതേസമയം റൂമൊക്കെ ഭയങ്കര അലങ്കോലപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. എല്ലാം പിന്നെ ചെയ്യാന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ പുതിയൊരു വർഷമൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എന്തായാലും ഫസ്റ്റ് ഒക്കെ പഠിക്കാനായിട്ടൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എൻവിറോൺമെന്റ് ഒക്കെ സെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ സ്റ്റഡി ഏരിയ, എൻ്റെ ഏരിയ പിന്നെ നോക്കുക വേണ്ട. നമ്മൾ പിന്നെ ക്രാഫ്റ്റിൻ്റെ ആളായതുകൊണ്ട് ഒരു 4 ക്രാഫ്റ്റ് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. പഠിക്കാൻ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്ന 2 ഏരിയ ആയിരിക്കും. ഒന്ന് സ്റ്റഡി ടേബിൾ, പിന്നെ ഒന്ന് നമ്മുടെ ബെഡും. പൊതുവെ ടേബിളിൽ ഇരുന്ന് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് നമുക്ക് എന്താണോ കംഫർട്ടബിൾ അതുപോലെ ഇരുന്ന് പഠിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ ടേബിളിൽ ഇരുന്ന് പഠിക്കുകയാണ്. പക്ഷേ നമുക്ക് ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ വലിയ കംഫർട്ടബിൾ ഫീൽ ഒന്നുമില്ല. വെറുതെ ഇരുന്ന് വായിക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ അതേസമയം ബെഡിലിരുന്ന് പഠിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പഠിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബെഡല്ല. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ടേബിളും ബെഡും ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവിടെ ഇരുന്ന് പഠിക്കുക. നമ്പർ 6, ക്വിക്ക് സെൽഫ് കെയർ. നമ്മളിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു, നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്തു, ബാഗ് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? നമ്മൾ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്യണ്ടേ? പൊതുവെ സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ആദ്യം വരാറുള്ള കാര്യം നമ്മളിങ്ങനെ ബോഡി കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, അതേപോലത്തെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി ഫിസിക്കൽ സെൽഫ് കെയർ ഒരു തിങ് ആണ്. പക്ഷെ അതേസമയം മെന്റൽ സെൽഫ് കെയറും ഒരു തിങ് ആണ്. ബോഡിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മൈൻഡിനും വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കുറച്ച് നേരം നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഗാധ മെഡിറ്റേഷൻ ഒന്നും അല്ല. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് നമ്മുടെ ഗോൾസ് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞൊന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്കൽ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്. നിങ്ങളുടെ നെയിൽസിന്റെ ഗ്രൂം, അതായത് നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക. ഇതാണ് എന്റെ നെയിൽ കിറ്റ്. ഇതിലാണ് എന്റെ നെയിൽസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ സ്കൂൾസിൽ നമ്മുടെ നെയിൽസ് ഒക്കെ നല്ലപോലെ ട്രിം ചെയ്തിട്ട് വരണം എന്നാണ് റൂൾ ഉള്ളത്. അതേപോലെയുള്ള ആൾക്കാരൊക്കെ നഖമൊക്കെ നല്ല രീതിയിൽ വെട്ടിയിട്ട് പോവാം. പിന്നെ ചിലവിടെയൊക്കെ നെയിൽസ് വളർത്താൻ പറ്റും, പക്ഷെ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. കോളേജ് ആണെങ്കിൽ പിന്നെ പറയണ്ട, നമുക്ക് നെയിൽ പോളിഷോ എന്ത് വേണേലും ഇട്ടിട്ട് പോവാം. അപ്പോൾ എന്തായാലും നെയിൽസ് ഒക്കെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുക. കാലിലെ നെയിലും കൂടെ മറക്കാൻ പാടില്ല. നമ്പർ 7, പ്രിപ്പയർ മോർണിംഗ് ആൻഡ് ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ്. ഇനി ഇതിപ്പോൾ എന്താ സംഭവം എന്ന് കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് മോർണിംഗ് ചെക്ക് ലിസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ തലേ ദിവസം എത്രയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും സ്കൂളിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ടെൻഷൻ ഉണ്ടാവും. 2 മാസം മുമ്പല്ലേ നമ്മൾ സ്കൂളിൽ പോയത്. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ തലേ ദിവസം രാത്രി മോർണിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രാവിലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എഴുതി വെക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഡീറ്റെയിൽഡ് ആയിട്ട് വേണേലും എഴുതാം. അതായത് എഴുന്നേക്കണം, പല്ല് തേക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വേണേലും എഴുതി വെക്കാൻ പറ്റും. അതായത് കാര്യങ്ങൾ മറന്നു വരയ്ക്കാനായിട്ട് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ രാവിലെ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പാക്ക് ചെക്ക് ലിസ്റ്റ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനാണെങ്കിൽ ഇതേപോലത്തെ നോട്ട്സ് ഒക്കെ എപ്പോഴും നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വല്ലവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമ്മൾ ചിലപ്പോൾ നോക്കാനായിട്ട് മറന്നു പോകും. ടേബിളിൻ്റെ മുകളിൽ ഇതേപോലെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണല്ലോ. നമ്പർ 8, ക്യാരി എ പേഴ്സണൽ നോട്ട്ബുക്ക്.
സ്കൂളിലേക്ക് മറക്കാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാറുണ്ട്, നോട്ട്ബുക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പേഴ്സണൽ നോട്ട്ബുക്കും കൂടെ കൊണ്ടുപോകും. സ്കൂൾ ടൈം ആയിക്കഴിഞ്ഞാലും കോളേജ് ടൈം ആയിക്കഴിഞ്ഞാലും ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് ഇതേപോലെ ഒരു നോട്ട്ബുക്ക് കൊണ്ടുപോകണം. ഇതിന് വേണ്ടി പുതിയ നോട്ട്ബുക്ക് വേണമെന്നൊന്നുമില്ല. പഴയ നമ്മുടെ നോട്ട്ബുക്ക് പേജസ് വെച്ചിട്ട് പുതിയ ബുക്ക് ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോയാലും നമ്മൾ കൊണ്ടുപോകുന്ന നോട്ട്ബുക്സ് ഒക്കെ ഓരോ സബ്ജക്റ്റിന് ആവശ്യമുള്ള നോട്ട്ബുക്സ് ആയിരിക്കും. അതല്ലാതെ പിന്നെ നമ്മൾ റഫ് ബുക്ക് വല്ലതൊക്കെ ആയിരിക്കും കൊണ്ടുപോകുക. പക്ഷെ ആ റഫ് ബുക്കും സ്കൂളിലെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുപോകുക. പക്ഷെ അതേസമയം ഇതേപോലെ ഒരു പേഴ്സണൽ നോട്ട്ബുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ ലാസ്റ്റ് പീരീഡ് നമുക്ക് ഫ്രീ ആണെന്ന് വെച്ചോ, ആ ഒരു ടൈമിൽ ഈ ഒരു ബുക്ക് എടുക്കുക. ഈവനിങ് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ട്ബുക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്പർ 9, ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മോർണിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ തലേ ദിവസം രാത്രി. 2 മാസം ഫുള്ള് രാത്രിയൊക്കെ ഇരുന്ന് ഫോൺ നോക്കി അതേ ശീലമായിരിക്കും തലേ ദിവസം നമ്മൾ ചെയ്യുക. പക്ഷെ മൈൻഡിൽ ഒരു കാര്യം വേണം, നാളെ പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, നല്ല ഫ്രഷ് ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അതായത് രമണ, രാത്രി നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ സ്കൂളിലോട്ട് നല്ല ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അമ്മയൊക്കെ വന്ന് ലൈറ്റ് ഓഫ് ആക്കടി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാൽ പോലും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഫോൺ നോക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. എന്നാലും ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കുക, ലൈറ്റ് ഓഫ് ചെയ്യുക, നല്ലപോലെ കിടന്നുറങ്ങി നല്ല സ്ലീപ്പ് കിട്ടുക. നമ്പർ 10, ബി മെന്റലി പ്രിപ്പയർഡ്. ലാസ്റ്റ് വൺ ബട്ട് ദ ബെസ്റ്റ് വൺ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് സ്കൂള് എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഒന്ന് അയ്യോ സ്കൂൾ തുറക്കാൻ പോകണം, ഫ്രണ്ട്സിനെയൊക്കെ കാണാലോ, അങ്ങനെ നിറഞ്ഞു നടക്കുന്ന ആൾക്കാർ. രണ്ടാമത് അയ്യോ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, ഇനി ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ, അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ലെറ്റ്സ് അഡ്മിറ്റ് ഇറ്റ്, ഓരോ ആൾക്കാർക്ക് ഇനി പോയി കഴിഞ്ഞാൽ അവരുടെ മുഖമൊക്കെ കാണാൻ വയ്യ, അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. എനിക്കും അതേപോലെയൊക്കെ തന്നെയായിരുന്നു. എനിക്കും കുറേ ആൾക്കാരുടെ മുഖമൊക്കെ കാണണ്ടേന്ന് പറഞ്ഞിട്ടായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ മൈ അഡ്വൈസ് ഈസ് ദാറ്റ് സ്കൂളിലെ ഫ്രണ്ട്സിനെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ആ ഒരു എനർജി കീപ്പ് ചെയ്യുക. അതായത് അയ്യോ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും, ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ ക്ലാസ്സിൽ പോകുക. അല്ലാതെ സ്കൂളിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല, പോകാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ആദ്യത്തെ കാര്യം, സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ വലിയൊരു പാർട്ട് തന്നെയാണ്. പക്ഷേ ഫ്രണ്ട്സ് മാത്രമാണ് വലിയൊരു പാർട്ട് എന്ന് വിചാരിക്കുന്നത് വളരെയധികം തെറ്റാണ്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ +1 +2 നല്ല അടിപൊളി ഫ്രണ്ട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെ എനിക്ക് അങ്ങനെ വലിയ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ അങ്ങനെ എനിക്ക് വലിയ വിലയൊന്നും തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുമായിരുന്നു. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാർ ഫ്രണ്ട് ഗ്രൂപ്പായിട്ട് നടക്കണു, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള വിഷമമൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഫോർ ദ ബെറ്റർ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമൊക്കെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലുള്ള 99% ആൾക്കാർ നല്ല ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ 3rd ഇയർ മുതൽ ഞാനും അജി മാത്രമേ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് യു നോ വാട്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോയതാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മേലെ ഫോക്കസ് ചെയ്യാനായിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് അടിപൊളിയായിട്ടുള്ള യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കടിൽ ക്ലൗഡിന് മുമ്പുള്ള ചാനലാണ്. ആൻഡ് യു നോ വാട്ട്, 4th ഇയർ ആവുമ്പോഴേക്കും ഞാൻ നല്ല സെൽഫ് ഏർണിംഗ് ആയിട്ടുള്ള ഒരാളാണ്. മേ ബി ആ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കളിച്ചിരിച്ച് ആ ഒരു ടൈമൊക്കെ കളഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ മേലെ ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ഒരു 20 വയസ്സായപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. 20 വയസ്സ് മുതൽ ഈ ഒരു 2 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇന്നേ വരെ അമ്മയുടെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇന്നേ വരെ പൈസ പോലും ചോദിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് എത്ര പേര് യോജിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതും പറഞ്ഞ് ഫ്രണ്ട്സ് ഉള്ളത് നല്ലതല്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അതേസമയം ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. നല്ല ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ ആ ഒരു ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതേസമയം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒട്ടും വിഷമിക്കേണ്ട, ബി യുവർ ഓൺ ഫ്രണ്ട്. ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ നല്ലപോലെ യോജിക്കാൻ പറ്റും. അപ്പോൾ മക്കളെ, അത്രയേ ഉള്ളൂ ചേച്ചിയുടെ ഒരു 10 അഡ്വൈസസ്. എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ 2 ദിവസം മുമ്പേ ചെയ്തു വെച്ചതാണ്. പക്ഷേ എഡിറ്റിംഗ് ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി പിടിച്ച് ഇത്രയും ലേറ്റ് ആയതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു അടിപൊളി സ്കൂൾ ഇയർ ആവട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.